ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബീഫിൻ്റെ ലിവർ ഫ്രൈ ആവട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും കുക്കറിനകത്തിട്ട് അടിച്ചതിൽ ചെയ്യുന്നത്, ഇതങ്ങനെ അല്ലാണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇത് പാനകത്ത് തന്നെ ഇട്ട് വേവിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, ഒരു സവോളയും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ്. അപ്പോൾ നമ്മളതാണ് എടുത്ത് ഞാൻ ആദ്യം 2 പച്ചമുളകും കൂടി കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം പാനിൽ എണ്ണ ഒഴിച്ചിട്ട് തേങ്ങ കൊത്തിടാവേ. അപ്പോൾ തേങ്ങ കൊത്തിട്ട് അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ കഴുകി വൃത്തിയാക്കിയ ലിവർ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടി ചേർത്ത് തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ നമ്മൾ വെച്ചിരുന്നിട്ടാണ് എടുക്കുന്നത്. അപ്പം സവോളയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും കൂടി നമുക്കൊന്ന് ഒത്തിരി മൂപ്പിച്ച് ബ്രൗൺ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. കാരണം അതിനകത്തിട്ടാണ് നമ്മളിനി ബീഫ് ലിവർ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട് ബീഫ് ചേർത്ത് വേവിക്കാം. അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. മറ്റേനെ നമ്മൾ കുക്കറിൽ അടിച്ചെടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് വ്യത്യാസമുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒന്ന് ഇത്രയും വഴണ്ടാൽ മതി. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും അതിനകത്ത് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1.5 ടീസ്പൂൺ ഗരം മസാലയും, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് ചേർക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി കേട്ടോ. ഇത്ര സാധനം നമ്മൾ ചേർക്കുന്നതിനകത്ത് മസാലയായിട്ട്. അപ്പോൾ അത് 700 ഗ്രാം ലിവർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാ മസാല ഞാനീ പറഞ്ഞത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാവേ. മസാലയെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇപ്പം മസാല ഒന്ന് അത്യാവശ്യം മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കാരണം ലിവർ വേകാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് മീഡിയം തീയിൽ വെച്ചിട്ട് ബാക്കി വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മൊത്തം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലോട്ട് നമുക്ക് ലിവർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചൂടാക്കി ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കൊരു 20 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാവേ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ലതായിട്ട് മസാലയൊക്കെ ഒന്ന് ഇളകി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ലിവർ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ലിവർ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിക്കാം. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കൂടുമ്പം തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്നും കൂടി കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ട്, ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. കണ്ടോ, അത് കഴിയുമ്പോഴത്തേനും നമ്മൾ വെന്ത് ഇത്രയും ഡ്രൈ ആയി കിട്ടി കഴിയുമ്പോഴത്തേനും വേണമെങ്കിൽ കുറച്ചും കൂടി ഡ്രൈ ആക്കാം. ഞാൻ ഈ പരുവത്തിൽ നമുക്ക് ചപ്പാത്തിക്കും ചോറിനും എല്ലാം പാകത്തിനുള്ള രീതിയിലാക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഇച്ചിരി മല്ലിയിലയും ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കണേ. അത് കഴിഞ്ഞ് തുറന്ന് കഴിയുമ്പോഴത്തേനും നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കിനി വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാവേ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
കണ്ടോ, ഇതുപോലെ മൂടി വെച്ചിട്ട് നമ്മൾ ഇനി മൂടി തുറന്ന് കഴിയുമ്പോഴത്തേനും നല്ല ഒരു സ്മെല്ല് കിട്ടും. കണ്ടോ, നല്ല അടിപൊളി. അപ്പോൾ ഓക്കെ, താങ്ക് യു.